അങ്ങനെ കാത്തിരുന്ന് ആ കല്യാണ മഹോത്സവം എത്തി. സഞ്ജുവിൻ്റെ കല്യാണം ഇന്നാണ്. ഞങ്ങൾ ഗുരുവായൂരാണ് കെട്ട്, അങ്ങോട്ട് പോവാണ്. അപ്പോൾ സെറ്റ് സാരി രാവിലെ കെട്ടിന് പോകുമ്പോഴത്തെ വേഷം എല്ലാവരും സെറ്റ് സാരിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റ് സാരിയാണ് ഇത്. നമ്മൾ കുത്താമ്പുള്ളിയിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇതേ ബ്ലൗസൊക്കെ കണ്ട നമ്മുടെ സിനി അടിപൊളിയായിട്ട് തയ്ച്ചു തന്നിട്ടുണ്ട് ബ്ലൗസ്. പിന്നെ അങ്ങോട്ട് പോവാ, മുല്ലപ്പൂ വയ്ക്കണം. സാരി ഉടുപ്പിച്ച് തന്നത് നമ്മുടെ ഇവിടെ തയ്ക്കണ ഒരു കുട്ടിയുണ്ട്, ധന്യ എന്ന് പറയട്ടെ. ആ കുട്ടിയാണ് സാരി ഞങ്ങൾക്ക് ഉടുപ്പിച്ച് തന്നേട്ടാ. അപ്പം ഞാൻ അങ്ങോട്ട് പോവാ. ചേട്ടനെ കാണിക്കാൻ വേണമെങ്കിൽ പിൻവശം തൊട്ടാ ബ്ലൗസിൻ്റെ ബാക്കാ. അത് വേണ്ട, അത് വേറൊരു വീഡിയോയിൽ ഞാൻ ബ്ലൗസുകളെല്ലാം കൂടി കാണിച്ചു തരാട്ടാ. സിനി തയ്ച്ചിട്ടുള്ളത് ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരുന്നുണ്ട് വേറെ ഒരു വീഡിയോയിൽ. അതുപോലെ ഈ കല്യാണ വീഡിയോയിൽ ഈ ബ്ലൗസ് വർക്കൊന്നും പറയണ്ടല്ലോ. ഞാനും അതേ ചേട്ടൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാൾക്കുള്ളിൽ ഞാൻ മുണ്ട് ഇത്ര നന്നായിട്ട് ചേട്ടൻ ഉടുത്തിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ചേട്ടൻ ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുട്ടി കൂട്ടി കുത്താറാണ് പതിവ്. കുറേ കമൻസ് വന്നിട്ടുള്ള കാരണം കൊണ്ട് ഇന്ന് യൂട്യൂബൊക്കെ നോക്കി മുണ്ടുടുക്കാൻ പഠിച്ചു. എന്നിട്ടാണ് മുണ്ടുടുത്തത്. നല്ല ഭംഗിയുണ്ട്. സാധനം വീണതാ. വെറുതെ ഇങ്ങനെ കുട്ടിയൊന്നും എത്ര മണിക്ക് വണ്ടി വരാ? അവിടെ ഫോട്ടോഷൂട്ട് നടക്കാണ്. നമിത ചെറിയ പ്രമോദ്. അയ്യോ പ്രമോദല്ല, സുധീഷ്. ഇത് നമിത ചെറിയച്ചിയുടെ അനിയത്തിയിട്ട്. പ്രസീതേച്ചീനെ അറിയില്ലേ? അന്ന് ബിരിയാണിക്ക് സൂപ്പറായിട്ട് വെച്ചത് ആ പ്രസീതേച്ചിയുടെ മകളാണ്. രാഗി അവിടെ ഫോട്ടോ എടുത്തോളൂ. രാഗിക്ക് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞൊരു പ്രാന്താണ്. പ്രാന്തെന്നൊന്നും പറഞ്ഞാൽ പോരാ. എടുത്തോ. കല്യാണ ചെക്കൻ്റെ അച്ഛൻ കല്യാണ ചെക്കൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞതാ ചെറിയേട്ടനെ. സൂപ്പറായിട്ടുണ്ട് ചെറിയേട്ടാ. ചെറിയ പിള്ളേരെ ഡ്രസ്സ് മാത്രമല്ലാട്ട് ഇങ്ങനത്തെ വേഷം ചെറിയേട്ടന് ചേരും. നല്ല ഭംഗിയുണ്ട്. ഇതാരുടെ സെലക്ഷനാ? അതെ അടിപൊളിയുണ്ട്. പരസ്പരം ഫോട്ടോ എടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഫോട്ടോഗ്രാഫർമാർ. ചേച്ചിയെ വെറുതെ കുത്തണ പോലെ കാണിക്കാം. എടുത്തോട്ടെ. നമ്മുടെ ചുണ്ടനക്കിൽ മാത്രം ഉണ്ടാവുള്ളൂ. അവിടെ അവർ വേറെ വല്ല സിനിമ അടുത്ത വല്ല ഡയലോഗ് ആയിട്ട് റോഡിട്ട് എന്ത് പറയാ? അല്ല എന്നിട്ട് പറയാ ഒരു പച്ചപ്പാവം ചെക്കൻ. വേറെ ഒന്നും പറയാനില്ല. ഒന്നും അറിയില്ല പറയാൻ. അപ്പുറം ഇവിടെ നമസ്കാരം എന്ന് പറയാം. നിങ്ങൾക്ക് ഇന്ന് മുതൽ അറിയാം, കൊച്ചിലെ മുതലൊക്കെ അറിയാമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആളുടെ എന്തെങ്കിലും ഭംഗിയായിട്ടുള്ള ഇൻഫ്ലുവൻസോ എന്തെങ്കിലും അതുപോലെ പറഞ്ഞാൽ മതി. പറ്റാന്ന് ചോദിക്കുക. മൂന്നാളുണ്ട്. അളിയൻ ഞങ്ങളെ കണ്ട് അളിയൻ എന്തൊക്കെയോ ഞങ്ങളെ കുറിച്ച് പറയാനുണ്ട്. പറയൂ. ഇത് അളിയെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ വെക്കുകയാണ് കേട്ടാ. അതിന് മട്ടിക്കറി പോലെയാവും. പക്ഷെ എനിക്കിഷ്ടമില്ല അത്. പ്രതീക്ഷയിലെ ആണ് സെറ്റ് കൊണ്ട് എടുത്തിട്ട് വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഞങ്ങളെ കുറിച്ചിട്ടൊരു അഭിപ്രായം പറയാൻ വിടില്ല. നിങ്ങളാ? ഞാൻ വന്നിട്ട് ഞെട്ടിപ്പോയി നിങ്ങൾ കണ്ടിട്ട്. അതിൽ മരുന്ന് പറയാൻ അല്ല, എന്തുകൊണ്ടാ ഞെട്ടിയത്? പലതരത്തിലും ഞെട്ടാലോ. അല്ല, നിങ്ങളുടെ ആ കണ്ണിന് മിഴിവേകുന്ന ആ പരിപാടി കണ്ടിട്ട് അതന്നെ. അതാ രാവിലെ തന്നെ ഇങ്ങനെ കാണാൻ സുഖമുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞെട്ടില്ലേ? ഐശ്വര്യമുള്ള ഇതാണ്. അതന്നെ പറഞ്ഞോണ്ട് ബൈക്കിൽ പറഞ്ഞോ എന്തൊക്കെ ഉദ്ദേശിക്കണെന്ന് വെച്ചാ
അളിയന് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു നമ്മളെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടാ. അല്ല പറയാം, ഒരാളെ കണ്ടപ്പോ മറ്റാളെ അതിൽ നല്ലതെന്ന് തോന്നും, മറ്റാളെ കണ്ടപ്പോ അത് നല്ല ആദ്യം കണ്ട ആളെ തോന്നും. അത് കട്ട് ചെയ്തേ. ജഗ്ഗു പ്രസീത എന്ന് പറഞ്ഞ പരിചയം കാണിച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് വാ ചേച്ചി, ഇറങ്ങി വരുമോ? ഇറങ്ങി വാ. കഴിഞ്ഞ ചേച്ചിയുടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞാ? ഇത് പ്രസീത ചേച്ചി, നമ്മളൊരു നേരത്തെ നമിതേനെ പരിചയപ്പെട്ടില്ലേ, ഫോട്ടോ എടുക്കണ കണ്ടില്ലേ, നമിതയുടെ അമ്മ, ചെറിയ ചേച്ചിയുടെ അനിയത്തി, അങ്ങനെ പറയണം. അമ്മയും മോളും സച്ചി അടുത്ത കല്യാണ ചക്കൻ, സഞ്ജു നമ്മുടെ ഇപ്പോഴത്തെ കല്യാണ ചക്കൻ. പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ
നമ്മുടെ ഈ കല്യാണം എന്ന് പറയുന്നത് 2 ദിവസമായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. 17-ാം തീയതിയും 18-ാം തീയതിയും. ഈ മുഹൂർത്തത്തിൻ്റെ ഇതും ഹോള് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടിയിട്ട് 2 ദിവസം ആയിട്ടായിരുന്നു. ഗുരുവായൂരത്ത് കെട്ട് കഴിഞ്ഞു, ഇന്നലെ ഇരുന്നു അത് കെട്ട്, അതൊക്കെ കണ്ടല്ലോ എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ബാക്കി ചടങ്ങുകളും പരിപാടികളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇനി സുവർണയുടെ വീട്ടിലേക്ക്, ഇരിഞ്ഞാലക്കുട നടവരമ്പാണ് സുവർണയുടെ വീട്. ഈ മാലയാണ് കേട്ടോ നമ്മൾ SRKന്ന് എടുത്തത്. പല്ല് കെട്ടി ഒരു വലിയ സംഭവം 2 ദിവസം മുന്നേ, കഴിഞ്ഞ മാസം 21-ാം തീയതി ഡേറ്റ് കിട്ടി. പക്ഷെ ആ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ ഡേറ്റ് കിട്ടിയത് 2 ദിവസം മുന്നേ. അപ്പം ഇനി അടുത്ത മാസം പറ്റുള്ളേ. അപ്പം കല്യാണം ഒന്നും നോക്കിയില്ലേ, പോയി അങ്ങനെ പൂശി. അല്ല ചേട്ടൻ നോക്കിയില്ലേ? നോക്ക് അല്ല ചേട്ടാ, പറയല്ലേ ചേട്ടാ. എന്നെ മനോഹരമാക്കി വീട്ടിലെ ഒരു പാവം പെൺകുട്ടിയുണ്ട്. സരിതീനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബനി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ടാണ്, അല്ല ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നല്ല, ജീവിതത്തിൽ ഇതുവരെ ഞാൻ ടീഷർട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ഷർട്ട് വരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് എന്നെ ഈ കുർത്ത ഇടാൻ പ്രേരിപ്പിച്ച് സരിതീനെ. ഇതിന്റെ സ്പോൺസർ ഞാൻ തന്നെ. അല്ല ചേട്ടൻ ഭയങ്കര സങ്കടം, എന്നെ സ്പോൺസർ ചെയ്യാൻ ആരുമില്ല. അപ്പൊ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല ചേട്ടന്റെ 2 കല്യാണങ്ങളുണ്ടല്ലോ, അതിനുള്ള കുർത്ത എന്റെ വക എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിടിച്ച പിടിയാലെ കൊണ്ടുപോയിട്ട് എടുത്തു കൊടുത്തു പുളിമൂട്ടിയിൽ വെച്ചിട്ട്. ഇത് സൂപ്പറായിട്ടില്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി മറ്റുള്ളവര് അതിന്റെ അഭിപ്രായം കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത കല്യാണത്തിന് ടീഷർട്ട് തന്നെ ആയിരിക്കും. ചെറിയേട്ടനും ചേച്ചി ചെറിയേട്ടനും ചേച്ചി കല്യാണം ചെക്കൻ്റെ അച്ഛനാണ്. എന്താണ് സ്റ്റൈലായിട്ടില്ലേ? ചേച്ചിയാണ് ഏറ്റവും ലുക്ക്. എല്ലാവരിലും ഭംഗിയൊന്നും ചേച്ചിനെ നല്ല രസമായിട്ട് എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ലേ. ചെറിയേട്ടനും ഭംഗിയുണ്ട്, പക്ഷെ ഇന്നൊരു പൊടിക്ക് ചേച്ചിനെയാണ് ഭംഗിയുണ്ട്. രാജിയുടെ അമ്മ ബിനുവിൻ്റെ അവിടേക്ക് ഉഴിച്ചിലിന് വന്നിട്ടുള്ളവർക്കൊക്കെ അമ്മായിനെ പരിചയം ഉണ്ടാവും. അവിടെ നിന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്, അവിടെ പോയി വന്നിട്ട് മാറിയിട്ട്. അപ്പോൾ രാജിയുടെ അമ്മേനെ കണ്ടു. ചിലർ വീണ്ടും പരിചയം പുതുക്കാനൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ.
ചേച്ചി പറഞ്ഞു ഷർട്ട് അല്ലെങ്കിൽ കുർത്തി ഇട്ടാൽ മതി, ടീഷർട്ട് ഇടരുത് മുട്ടിന്റെ കൂടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. ആ രാജലക്ഷ്മി ചേച്ചിയാണിത്. ആള് അബുദാബിയിൽ നിന്ന് നമ്മുടെ കല്യാണം കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്തോ സ്നേഹം ഉണ്ടെന്ന് നമ്മളെടുത്ത് അപ്പൊ നേരെ ഇവിടെ ഹോള് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങളോട് സ്നേഹം കൂടുതലല്ലേ. വരാൻ പറ്റണവരൊക്കെ വന്നേനെ. കുറെ പേർക്കൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് നമ്മുടെ ഞാനിക്കൂട കോണത്തുകുന്ന് MD ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നമ്മുടെ പരിപാടി. ഇവിടെ നമ്മളന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നേരെയാണ് രാജലക്ഷ്മി ചേച്ചി വന്നേ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ആള് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ റിസപ്ഷൻ ഉണ്ടല്ലോ